ഇവർക്ക് സൂംബയും സാമ്പയും മാറിപ്പോയി എന്നാ പറയല്. എന്നിട്ട് ഞാൻ ഇന്ന് ഇവിടെ റിപ്പോർട്ടർ ചാനലിലുള്ള സ്മൃതിയോട് ചോദിച്ചു, ആയിക്കോട്ടെ ഇനിയിപ്പൊ സാമ്പയാണെങ്കിൽ എന്താ കുഴപ്പം? അതുപോലെ തന്നെ അരുൺകുമാറിനോടും ചോദിച്ചു, സാമ്പയാണെങ്കിൽ എന്താ കുഴപ്പം? അപ്പൊ അവർ രണ്ടാളും പറഞ്ഞത് വെച്ചാല് അതിന് കുഴപ്പമില്ല, അതിന് കുഴപ്പമില്ല. അപ്പൊ ഇവർ കാര്യം അതിൽ പറയുന്നത് സാമ്പയാണെന്ന് വിചാരിച്ചിട്ടാണ്. സാമ്പയാണെങ്കിലും ഇവർ ഇത് തന്നെ നടപ്പിലാക്കും. ഇവരുടെ ലോകവീക്ഷണ പ്രകാരം സാമ്പയും കുഴപ്പമില്ല, സൂമ്പയും കുഴപ്പമില്ല, വെല്ലി ഡാൻസും കുഴപ്പമില്ല, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഏത് കാര്യം കുഴപ്പമില്ല. അവിടെയാണ് ഞങ്ങൾ പറയുന്നത് ഈ കൾച്ചർ, ഈ സാമ്പയും സൂമ്പയും ഒന്നും കുഴപ്പമില്ലാത്ത ഈ കൾച്ചർ ഉണ്ടല്ലോ, അതിനോട് ഞങ്ങൾക്ക് വിയോജിപ്പാണ്, പൂർണ്ണമായി വിയോജിപ്പാണ്. അത് ഞങ്ങൾ പറയുക തന്നെ ചെയ്യും. അത് ഇതിപ്പോ സൂംബയെ കൊണ്ടുവന്നിട്ടുള്ളൂ, ഇനി സാമ്പ കൊണ്ടുവരുമ്പോഴും ഇവർ ഇതേ രൂപത്തിൽ വിചാരണകൾ നടത്തും. രണ്ടാമതൊരു കാര്യം എന്ന് വെച്ചാൽ, ഇന്നത്തെ ചർച്ചകളുടെ പൊതുവായ ഒരു രൂപം എന്താണെന്ന് ചോദിച്ചാൽ, നമ്മൾ പൊതുവെ നേരത്തെ പറഞ്ഞത് ഈ സമസ്തയുടെ നേതാക്കന്മാരൊക്കെ പലപ്പോഴും പറഞ്ഞത് ഇത് മതവിരുദ്ധമായ ഒരു കാര്യമാണ്, മതത്തിനെതിരായ ഗൂഢാലോചനയാണെന്ന് MSF ഒക്കെ പറഞ്ഞു. അപ്പൊ പല ആളുകൾക്ക് സംശയം ഉണ്ടായിരുന്നു, അങ്ങനൊക്കെ ഉണ്ടോ, ഒരു സംഭവം കൊണ്ടുവന്നു, അതിനോട് നിങ്ങൾക്ക് വിയോജിപ്പുണ്ട്, അതിലിപ്പോ ഗൂഢാലോചന, മതവിരുദ്ധം എന്നൊക്കെ പറയേണ്ട കാര്യമുണ്ടോ? ഇന്ന് നടന്ന ചർച്ചകൾ ഓരോന്നും നോക്കുക. എന്താണ് അവര് ചർച്ച ചെയ്തത്? സൂംബ ചർച്ച ചെയ്യാൻ വന്നിട്ട് അവിടെ എന്താ പറയാ, ഹലാല് ഹറാമ്, ഭൂമി ഉരുണ്ടതോ പരന്നതോ, പിന്നെ ഇതൊക്കെയാണ് ചർച്ച ചെയ്യുന്നത്. എന്നിട്ട് അരുൺകുമാർ എന്ന് പറയുന്ന CPM നേതാവ് ചോദിച്ച കാരണം എന്ന് വെച്ചാൽ, മുസ്ലിം വിശ്വാസികൾക്ക് ഭൂമി ഉരുണ്ടതാണോ പരന്നതാണോ? ആ പരിഹാസത്തിലും ആ പുച്ഛത്തിലുമുണ്ട് ഇവർക്ക് മുസ്ലിം സമൂഹം. എതിർകക്ഷി പറഞ്ഞത് അൺസിവിലൈസ്ഡ് എന്നാണ്, ഡയറക്ട്ലി കൃത്യമായിട്ട് സംസ്കാരമില്ലാത്തവർക്ക് മുഖത്തേക്ക് വെക്കുകയാണ്. അതെ. അപ്പൊ ഇവരുടെ ഈ ഒരു മതവിരുദ്ധമായിട്ടുള്ള പ്രത്യേകിച്ച് മുസ്ലിങ്ങളോടുള്ള ഇവരുടെ പുച്ഛം അത് ശരിക്കും വെളിവാക്കുന്നതായിരുന്നു ഇന്നത്തെ ചർച്ചകൾ. ഞങ്ങൾ വെറുതെ ആരോപിക്കായിരുന്നു എന്നൊക്കെ ചില ആൾക്കാർക്ക് തോന്നും. ഇപ്പൊ സമസ്തയുടെ നേതാക്കന്മാരൊക്കെ വെറുതെ പറയാനും ചിലപ്പോൾ ആളുകൾക്ക് തോന്നിയേക്കാം. പക്ഷെ ഇന്നത്തെ ചർച്ചകൾ കണ്ടാൽ മനസ്സിലാവും, മുസ്ലിങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള എല്ലാ കാര്യങ്ങളെയും, അവരുടെ ഫിഖ്ഹിയായ വിഷയങ്ങൾ, ഇതിലിപ്പോ ചർച്ച എന്താ, സൂംബ ശരിയാണോ, പരിഹാരമാണോ അല്ലേ, അല്ലെങ്കിൽ അത് നടപ്പിലാക്കിയത് ശരിയാണോ അല്ലേ, അത് നടപ്പിലാക്കുമ്പോൾ എല്ലാവരുടെയും അഭിപ്രായങ്ങൾ പരിഗണിക്കേണ്ടതുണ്ടോ ഇല്ലേ, ഇതൊക്കെയായിരുന്നു ചർച്ച ചെയ്യേണ്ടിരുന്നത്. അവിടെ കൊണ്ടുവന്നിട്ട് ഇസ്ലാമിലെ ഫിഖ്ഹിയിലെ ചർച്ചകൾ, ഫിഖ്ഹിയായ മസാലകൾ, അതുപോലെ തന്നെ നിങ്ങൾക്ക് ഉരുണ്ടതാണോ പരന്നതാണോ, ഖുർആൻ പ്രകാരം അങ്ങനെയാണോ, നിങ്ങൾ പണ്ട് അങ്ങനെയല്ലേ പറഞ്ഞത്, ഇങ്ങനെ കൃത്യമായി മതവിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ CPM നേതാക്കന്മാരടക്കം, ഔദ്യോഗികമായി അവരുടെ പ്രതിനിധി അടക്കം വന്നു എന്നുള്ളത് കൃത്യമായി ഇത് കേൾക്കുന്ന ആളുകൾ, ഞാൻ പറയുന്നത് ഇവര് കുറച്ച് കഴിയുമ്പോൾ ഇലക്ഷനൊക്കെ വരുമല്ലോ, വരുമ്പോ വളരെ സ്ഥിരമായിട്ട് വളരെ പുഞ്ചിരിക്കുന്ന മുഖത്തോടുകൂടി ഇവര് വന്നോട് ചോദിക്കും, വോട്ടൊക്കെ വേണ്ട. ഒരു കാര്യം ന്യൂസ് ചർച്ചയിൽ മാത്രമല്ല, ഇവിടെ മന്ത്രിമാര് തുടർച്ചയായി പറഞ്ഞു. ഇന്ന് ബിന്ദു പറഞ്ഞ നിലപാട് എന്തായിരുന്നു, 19ാം നൂറ്റാണ്ട് ഇടയ്ക്ക് വെച്ച് 6ാം നൂറ്റാണ്ട് പറഞ്ഞ മടിയോണ്ടേ 19ാം നൂറ്റാണ്ട് പറഞ്ഞ ശേഷം പിന്നീട് ഒന്നൊരു നോട്ടിങ് കൊടുത്തു 6ാം നൂറ്റാണ്ടിലേക്ക്. അവിടുത്തെ മന്ത്രി ശിവൻകുട്ടി പറഞ്ഞത് എന്താ, ശിവൻകുട്ടിയുടെ നിലപാട് എന്തായിരുന്നു, ലഹരിയേക്കാൾ വലിയ ലഹരിയേക്കാൾ വലിയ ലഹരി എന്താണ്, മതലഹരിയാണ്, മതലഹരി. അപ്പൊ അത് കൃത്യമായിട്ട് 6ാം നൂറ്റാണ്ടിലേക്ക്, അതുപോലെ തന്നെ ഈ പറഞ്ഞ ഭൂമി ഉരുണ്ടതാണ്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നെന്താ ചോദിച്ചാല്, ഈ രാഷ്ട്രീയക്കാര് ഇലക്ഷനൊക്കെ ആകുമ്പോൾ ഇസ്തിരിയിട്ട് വന്നിട്ട് നമ്മളോട് പുഞ്ചിരിച്ച് പറഞ്ഞ് ഞങ്ങൾ മതത്തിനെതിരൊന്നല്ല, ഞങ്ങൾ എല്ലാ മതങ്ങളെയും ഉൾക്കൊള്ളുന്ന, എല്ലാവരെയും പരിഗണിക്കുന്ന എന്നൊക്കെ പറഞ്ഞു വരും. അപ്പൊ തിരിച്ചു ചോദിക്കണം, ഞങ്ങളുടെ വിശ്വാസപ്രകാരം ഭൂമി ഉരുണ്ടതാണോ പരന്നതാണോ എന്നൊരു ചോദ്യം അടുത്ത ഇലക്ഷനിൽ പുഞ്ചിരിച്ചു കൊണ്ടുവരുമ്പോഴെങ്കിലും ചോദിക്കാൻ പൊതുജനം തയ്യാറാവണമെന്നതാണ്. കാരണം ഇവരുടെയൊക്കെ വളരെ ഇസ്തിരിയിട്ടുകൊണ്ട് വളരെ വലിയ സൗമ്യമായ ഭാഷയോടുകൂടി ഇവർ നടപ്പിലാക്കുന്ന കാര്യങ്ങൾ അത് മതവിരുദ്ധമാണെന്ന് ഞങ്ങൾ പറയുമ്പോൾ അതിനോടൊക്കെ വലിയ രൂപത്തിൽ റെസിസ്റ്റ് ചെയ്യുന്ന ആളുകൾ അവരുടെ മുസ്ലിങ്ങളോടുള്ള, അതുപോലെ തന്നെ മതവിശ്വാസത്തോടൊക്കെയുള്ള പുച്ഛ മനോഭാവം, അതിനോടൊക്കെയുള്ള ഒരു അവരുടെ മനോഭാവം തുറന്നു കാണിക്കുന്ന സംസാരങ്ങളാണ് ഇന്ന് ഇടത് പ്രതിനിധികളുടെ ഭാഗത്ത് പ്രത്യേകിച്ചും ഉണ്ടായിട്ടുള്ളത് എന്നുള്ളത് എല്ലാവരും നോട്ട് ചെയ്യണം എന്നുള്ളതാണ് ഒന്നാമതായി പറയാനുള്ളത്.